ഹലോ ഗൈസ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് തായ്ലാൻഡിലെ പട്ടായയിലുള്ള ഒരു വുഡൻ മ്യൂസിയത്തിൻ്റെ ഒരു വീഡിയോ ആണ്. സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്നാണ് ആ മ്യൂസിയത്തിൻ്റെ പേര്. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ്, ദൂരെ നിന്ന് കാണുന്നൊരു വ്യൂ ആണ് ആ മ്യൂസിയത്തിൻ്റെ. ഒരു വുഡൻ സ്ട്രക്ചറാണ്, ഫുള്ളായിട്ട് വുഡ് കൊണ്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇതിന് നമുക്കൊരു ഗൈഡ് ഉണ്ട്. അപ്പോൾ അവിടെ പോകുന്ന എല്ലാവരും ഹെൽമെറ്റ് ഇടണം. ഇതാണ് നമ്മുടെ ഗൈഡ് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ഈ സ്ട്രക്ചറിനെ കുറിച്ചും അതിൻ്റെ ഓരോ ഇതിനെക്കുറിച്ചും നമുക്ക് വ്യക്തമായി വിവരിച്ച് തരും. അങ്ങനെ ഗൈഡിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞു. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഒരു റിവർ ക്രോസ് ചെയ്തിട്ട് വേണം പോവാം. സൈഡിലൂടെ എല്ലാം നമ്മൾ ഓരോ സ്ട്രക്ചേഴ്സ് കാണാം. വുഡ് കൊണ്ടുള്ള ഓരോ ശില്പങ്ങൾ കാണാം. സൈഡിലൂടെ നമുക്ക് കാണാം. ഇവിടെ ഇപ്പോഴും ഇതിൻ്റെ ഓരോ സ്ട്രക്ചേഴ്സിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലേഡീസ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. കൊത്തുപണിയാണ് മെയിനായിട്ട് അവർ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഉള്ളി അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള കൈ കൊണ്ടുള്ള കൊത്തുപണിയാണ് മെയിനായിട്ടുള്ളത്. മെഷീൻസ് ഒന്നും അത്രയ്ക്ക് യൂസ് ചെയ്യുന്നില്ല, കൈ കൊണ്ടുള്ള കൊത്തുപണിയാണ്. ഇനി നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഒരു സ്ട്രക്ചറാണ്. ആ മ്യൂസിയത്തിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമുക്ക് കാണാം അവിടെ ഒരു സണ്ണ് വരുന്നുണ്ട്, എന്നിട്ട് അതിൻ്റെ ഒരു ബ്ലിങ്കിങ് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ സ്ട്രക്ചറിൻ്റെ മ്യൂസിയത്തിൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. എല്ലാം വുഡ് കൊണ്ടുണ്ടാക്കിയ എല്ലാം കൊത്തുപണി ചെയ്തിട്ടുള്ള ശില്പങ്ങളും എല്ലാം വെച്ചിട്ടുള്ളൊരു നല്ലൊരു മ്യൂസിയം തന്നെയാണ്. പുറത്തുനിന്നുള്ളൊരു ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെ ആനയുടെ മേലെ ഇരുന്ന് നമുക്കിതിനെ കാണാനുള്ളൊരു സാഹചര്യം ഉണ്ട്. അങ്ങനെ പോകുന്നവരാണ് ആനയുടെ മേലെ കയറി പോകുന്നത്. അങ്ങനെ നമ്മൾ മ്യൂസിയത്തിനകത്തേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ്. ഇവിടെ മെയിനായിട്ട് ഹിന്ദു ദേവന്മാരുടെയും ഹിന്ദു ദൈവങ്ങളുടെയും ഒരു ഇതാണുള്ളത്, ശില്പങ്ങളാണുള്ളത്. ഹിന്ദു കൾച്ചറിനെ കുറിച്ചുള്ള ഫുള്ളായിട്ടുള്ള ഒരു വിവരണം ഈ കൊത്തുപണിയിലൂടെ അവർ നടത്തിയിരിക്കുകയാണ്. ഇനി നടുവിലായിട്ട് ഒരു ബുദ്ധ ഭഗവാന്റെ ഒരു ഇതുണ്ട്, ഒരു ഐഡിയലും ഉണ്ട്. നമുക്ക് ഹിന്ദു ഉണ്ണിക്കണ്ണനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അത്ഭുതമാവും ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഫുൾ ദൈവങ്ങളുടെയും ഒരു ഇത് നമ്മുടെ ഹിന്ദു കൾച്ചർ ഫുള്ളായിട്ടും ഇവിടെ ഒരു കൊത്തുപണി ചെയ്ത് വെച്ചിരിക്കുന്നു. ശിവനെ കാണാം, ലോർഡ് ശിവ, ബ്രഹ്മാവുണ്ട്, വിഷ്ണു, ഓൾമോസ്റ്റ് എല്ലാ ദൈവങ്ങളും, പിന്നെ ദേവന്മാർ, അസുരന്മാർ എല്ലാം ഉണ്ട്. ഇത് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓരോ തൂണുകളിലും ഇതാണ് ബുദ്ധൻ്റെ ഒരു ഇതുള്ളത്, നടുവിലാണ്.
ഒരു മെയിനായിട്ടുള്ള ഒരു ഐഡിയലായിട്ട് അവർ ബുദ്ധനെയാണ് വെച്ചിരിക്കുന്നത്. തായ്ലാൻഡുകാർ മെയിനായിട്ട് ബുദ്ധ ഭഗവാനെയാണ് പ്രാർത്ഥിക്കുന്നത്. ബുദ്ധമതക്കാരാണ് അവർ. പിന്നെ ഇതിൻ്റെ ഓരോ 4 വശങ്ങളാണുള്ളത്. 4 വശങ്ങളും നമ്മുടെ എന്താ പറയുക, ജീവിതത്തെക്കുറിച്ച് ഒരു ക്ലിയറായിട്ടുള്ളൊരു വിവരണമുണ്ട് ആസ് പെർ ഹിന്ദു കൾച്ചർ വെച്ചിട്ടുള്ളത്. പിന്നെ പഞ്ചഭൂതങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സൈഡിലുള്ളത്. എർത്ത്, ഗോഡ് ഓഫ് എർത്ത്, ഗോഡ് ഓഫ് ഫയർ, ഗോഡ് ഓഫ് വിൻഡ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതിനെക്കുറിച്ചെല്ലാം നമ്മുടെ ഗൈഡ് നമുക്ക് വളരെ വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് കയറിയപ്പോൾ കുറച്ച് എക്സൈറ്റ്മെൻ്റ് ആയപ്പോൾ ഗൈഡിനെ വിട്ടിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പുറത്ത് വന്നിരിക്കുകയാണ്. ഹിന്ദു മതത്തിലെ പുരാണം മൊത്തമായിട്ട് ഓൾമോസ്റ്റ് ഇതായിട്ട് അവർ കൊത്തുപണി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗൈഡ് വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട് ഓരോ സൈഡിലും എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എങ്ങനെയായിരിക്കണം ആസ് പെർ ഹിന്ദു മതം പ്രകാരം. ഇതാണ് അതിൻ്റെ ഒരു കൊട്ടാരം മാതിരി ഫീൽ ചെയ്യുന്നില്ലേ? നടുവിലുള്ള സ്ട്രക്ചറാണ്. അതിനകത്ത് ഒരു റെഡ് കളറും യെല്ലോ കളറും കണ്ടില്ല, അതാണ് ബുദ്ധ ഭഗവാന്റെ ആ ടെമ്പിൾ എന്ന് പറയുന്ന ഇത്. അങ്ങനെ നമ്മൾ കഴിഞ്ഞു, അവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് പോന്നു, തിരിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ആരെങ്കിലും പട്ടായയിൽ പോവുകയാണെങ്കിൽ തീർച്ചയായും കാണേണ്ട ഒരു മ്യൂസിയമാണത്. നല്ലൊരു മ്യൂസിയമാണ്. എല്ലാവരും വീഡിയോ കണ്ടതിൽ സന്തോഷം. താങ്ക് യു.